ഞങ്ങൾ പല ഓർമ്മകളിലേക്കും കടന്നു പോകും. 40 വർഷക്കാലത്തെ പല പല ഓർമ്മകൾ, ആ ഓർമ്മകളിൽ തെളിയുന്ന പല പല മുഖങ്ങൾ. ഈ ഇന്ദു എന്നുള്ള കുഞ്ഞ് അന്ന് മിമിക്രിയൊക്കെ കാണിക്കുകയായിരുന്നു. അച്ഛനെ പോലെ എനിക്ക് കാണിച്ചു തരുമായിരുന്നു, കാരിക്കച്ചർ കാണിച്ചു തരുമായിരുന്നു, പലരെയും ഇങ്ങനെ അനുകരിച്ച് കാണിച്ചു തരുമായിരുന്നു. ഇന്ദു ആ വഴിക്ക് പോകാതെ ഇന്ദു പാട്ടിൻ്റെ വഴിയെ പോയി. അച്ഛൻ പാടും, അഭിനയിക്കും, എന്തും ചെയ്യും. ജയരാജിനോടുള്ളൊരു ഇഷ്ടം അതാണ്. ജയരാജ് നല്ല വായനക്കാരനാണ്. ജയരാജ് അത്യാവശ്യം എഴുതും, സ്റ്റേജിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും, ആരെയും അനുകരിക്കും, ആരെയും വിമർശിക്കും. അങ്ങനെയൊക്കെയുള്ള വലിയ സഹൃദയത്തുള്ള ഒരാളാണ് ഈ ജയരാജ് വാര്യർ. പണ്ടൊരിക്കൽ ഞാൻ എം കൃഷ്ണൻ നായർ എന്നുള്ള മഹാനായ മലയാളത്തിൻ്റെ നിരൂപക പ്രതിഭയുടെ വീട്ടിലേക്ക് ഞാൻ ജയരാജനെ കൊണ്ടുപോയി. അന്ന് കൃഷ്ണൻ നായർ ഒരു പുസ്തകം, കൃഷ്ണൻ നായർ അങ്ങനെ ഞങ്ങളൊക്കെ ചെന്നാൽ ഒരു പുസ്തകം ഒപ്പിട്ട് തരും, ഇംഗ്ലീഷിലുള്ള പുസ്തകം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്നത്തെ പുസ്തകം ഒപ്പിട്ട് ജയരാജിന് കൊടുത്തത് ജയരാജ് വേരിയർ ഇല്ലേ, വേരിയർ, WARRIOR എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങളൊരു യോദ്ധാവാണ് എന്നുള്ള അർത്ഥത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയുണ്ടായി. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ ഒരുപാട്, ആ ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതിനിടയിൽ ഈ ഇന്ദുക്കുഞ്ഞ് പാടും. ഇന്ദുക്കുഞ്ഞിന് പാട്ടിലേക്ക് തന്നെ പോകാൻ എന്തായിരുന്നു പ്രേരണ? വേറെ ജോലിയൊന്നും ചെയ്തിട്ട് ശരിയായില്ല, അതുകൊണ്ട് പാട്ടിലേക്ക് തിരിച്ചു വന്നു. അതാണ് സത്യമായിട്ടും. അച്ഛനെ അനുകരിച്ചിരുന്നല്ലോ കുട്ടിക്കാലത്ത്. അനുകരണം മോണാക്റ്റൊക്കെ ചെയ്തിരുന്നു കുറച്ച്, പക്ഷേ അതല്ല എൻ്റെ വഴിയും തോന്നി. ജോലി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻജിനീയറിങ് ചെയ്തു, MBA ചെയ്തു, അത് കഴിഞ്ഞ് ജോലി ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും ഒരു സംതൃപ്തി കിട്ടുന്നില്ല. പാട്ട് പാടാൻ വിളിക്കുമ്പോൾ പോകാൻ പറ്റുന്നില്ല, റെക്കോർഡിങ്ങിന് പോകാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ വേറൊരാളുടെ അണ്ടറിൽ ജോലി ചെയ്യാണല്ലോ, അപ്പോൾ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാട്ട് ഇപ്പോഴും ഉള്ളിലുണ്ട്. അപ്പോൾ പിന്നീട് ഒരുപാട് ഗായകരും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായി ചെയ്യാമെന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിരുന്നു. അങ്ങനെയാണ് 2020 ഒരു റാപ്പ് ചെയ്തത്. ആ റാപ്പിലൂടെയാണ് വീണ്ടും സംഗീതം തന്നെയാണ് വഴിയെന്ന് മനസ്സിലായത്. പിന്നെ ഇങ്ങനെ ഓരോരോ എന്താ പറയുക, ഓരോ നദികൾ ഓരോ കൈവഴി എടുക്കണ പോലെ ഓരോരോ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ പ്രകടനം കണ്ടിട്ട് ഏതോ സ്റ്റേജിൽ നിന്ന് പുറംതിരിഞ്ഞിരുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്. അച്ഛൻ തന്നെ പറയാതിരിക്കുന്നല്ലോ. അത് ആലുവയിൽ TCCയുടെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഇവിടെ കുഞ്ഞാണ്. അപ്പോൾ ഞാനും വൈഫും ഇവളും കൂടിയാണ് പോകുന്നത്. ഞാനവിടെ ഗസ്റ്റും കൂടിയാണ്. അപ്പോൾ ഗസ്റ്റ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഒരു 4 വരി പ്രസംഗമൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ കുറച്ച് പരിപാടിയുണ്ട്, അതിനുശേഷം നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു സംഘാടകർ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കുട്ടികളുടെ കലാപരിപാടി കാണാം എന്ന് പറഞ്ഞ് ഫ്രണ്ട് റോയിൽ ഇരുന്നു. അത് ഇവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നൃത്ത രൂപങ്ങളാണ് എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെയുള്ള കലാപരിപാടികളാണ്. അത് ഇവള് വളരെ ഗംഭീരമായിട്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ പരിപാടി തുടങ്ങാം, എനിക്കിത് കഴിഞ്ഞ് പോകണം എന്ന് പറഞ്ഞപ്പോൾ സംഘാടകർ അത് ബ്രേക്ക് ചെയ്തിട്ട് എന്നെ സ്റ്റേജിലേക്ക് കയറ്റി. ആ സമയത്ത് ഇവള് അതുവരെയുള്ള പരിപാടി ആസ്വദിച്ചിരുന്ന ഇവള് ഓഡിയൻസിന് അങ്ങോട്ട് തിരിഞ്ഞു വന്നു എന്നെ സ്റ്റേജിൽ കണ്ടപ്പോൾ. എൻ്റെ ഇവള് പറഞ്ഞ ഡയലോഗ്, ആ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും നല്ല പരിപാടിയായിരുന്നു, അതിനിടയ്ക്ക് അച്ഛൻ്റെ അതിനേക്കാൾ വലിയൊരു വിമർശനം എൻ്റെ പരിപാടിക്ക് വേറെ ആരും ഇതുവരെ തന്നിട്ടില്ല. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അവൾ അച്ഛനാണ്, അവൾക്ക് അച്ഛനാണ്, അവൾക്ക് പെർഫോമറല്ല. അതാണ് ആദ്യത്തെ കാരിക്കേച്ചറിൻ്റെ വിമർശനം. പിന്നത്തെ വിമർശനം VR സുധീഷിൻ്റെയാണ്. VR സുധീഷ് പറഞ്ഞത് കേരളത്തിൽ 3 പാട്ടുകൾ നിരോധിക്കണം. ഏതൊക്കെയാ? അതിവിടെ പറയണ്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യകാരന്മാർക്കൊക്കെ വിഷമവും. അപ്പോൾ അങ്ങനെ ആണ് ഇന്ദുലേഖയുടെ ഒരു, അതോടുകൂടി പിന്നെ അവൾ അത് നിർത്തി. കാരണം അവൾക്ക് തോന്നി അത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി.
പിന്നെ അത് പറയാനുള്ളൊരു സുവർണ അവസരവും ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ വിമർശിച്ച ഒരാൾ സുധീഷിൻ്റെ മകളാണ് വിപഞ്ചിക. എൻ്റെ ഒരു പരിപാടി ഞാനന്ന് നിരന്തരം ഈ എല്ലാ പുതുവർഷ തലേന്നും, അതായത് ഡിസംബർ 31 ചാനലുകളിൽ ആ വർഷത്തെ വിഷയങ്ങളെ അധികരിച്ചിട്ടൊരു പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അപ്പോൾ സുധീഷ് എന്നിട്ട് പറഞ്ഞു, സുധീഷിനെ 2 ദിവസം മുമ്പ് കണ്ടു, മോളെ പരിചയപ്പെട്ടു, അവൾക്ക് ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഈ പരിപാടി തുടങ്ങാറായപ്പോൾ സുധീഷ് മോളോട് പറഞ്ഞു, ദാ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വന്നിട്ട് കസേരയിട്ടിരുന്നിട്ട് മാമൻ്റെ പരിപാടി എന്നിട്ടൊരു ഒറ്റ ഇരിപ്പാണ്. ഇരുന്ന് കഴിഞ്ഞ് ഒരൊറ്റ കണ്ണിമ വെട്ടാതെ ഇത് മുഴുവൻ അവൾ കണ്ടിരുന്നിട്ട് പരിപാടി കഴിഞ്ഞപ്പോൾ സുധീഷ് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മാമൻ്റെ പരിപാടി? കുറച്ചൊക്കെ മനസ്സിലായി, കുറേയൊക്കെ പോറാന്ന് പറഞ്ഞു. കൃത്യമായ വിമർശനങ്ങൾ എപ്പോഴും കുട്ടികളെ പറയാറുള്ളൂ. നമ്മളിപ്പോൾ വലിയൊരു ആരും വിമർശിക്കാറില്ല. എന്താ പറയുക, വിമർശിച്ചാൽ സോഷ്യൽ മീഡിയ എടുത്തിട്ട് പെരുമാറും. വിമർശിച്ചവരല്ല, അവരുടെ അനുകർത്താക്കളും അവരുടെ പക്ഷപാതികളും അവരുടെ രാഷ്ട്രീയവും അവരുടെ മതവും അവരുടെ ജാതിയും നോക്കി നമ്മളെ വിമർശിക്കും. അപ്പോൾ അതുകൊണ്ട് വിമർശനങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. ഇന്ദുമോളെ, മലയാളത്തിൽ ഞാൻ പുതിയ തലമുറയിലെ ഗായികമാരിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇന്ദുവിന് ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്ദു മറ്റുള്ള പാട്ടുകാരികളുടെ പാട്ടുകൾ പാടുമ്പോൾ, പ്രത്യേകിച്ചും സുശീലാമ്മയുടെയും ജാനകി അമ്മയുടെയും പാട്ടുകൾ പാടുമ്പോൾ അത് രണ്ടും വ്യത്യസ്തമായ നാദങ്ങളാണ്, സുശീലാമ്മയുടെയും ജാനകി അമ്മയുടെയും ഒക്കെ. അപ്പോൾ അത് ശരിക്കും ഉൾക്കൊണ്ട്, ജാനകി അമ്മയെ ഉൾക്കൊണ്ട്, സുശീലാമ്മയെ ഉൾക്കൊണ്ട്, സുശീലാമ്മയൊക്കെ ഒരു മുതിർന്ന സ്ത്രീയുടെ ശബ്ദമാണ്. പണ്ട് പവിയേട്ടൻ പറയുമായിരുന്നു, എന്ത് ജാനകിയുടെ പാട്ട് കേൾക്കുമ്പോൾ ഒരു ചുരിദാറിട്ട പെൺകുട്ടി പാടുന്നത് പോലെ തോന്നും, സുശീലാമ്മയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു മുതിർന്ന സ്ത്രീ പാടുന്നത് പോലെ തോന്നും, ഭയങ്കര അനുഭവ സമ്പത്തുള്ള ഒരാൾ പാടുന്നത് പോലെ തോന്നുന്നു. ആ അനുഭവ സമ്പത്ത് സുശീലാമ്മയുടെ പാട്ടുകൾ പാടുമ്പോൾ ഇന്ദുവിന് കൈവരിക്കാൻ കഴിയുന്നു. അവരുടെയൊക്കെ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിലും എന്നോട് ഇതുപോലെ വേറെ പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ശബ്ദം എപ്പോഴും ഞാൻ കാത്ത് സൂക്ഷിക്കാറുണ്ട്. ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാൻ നോക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേ ശബ്ദം വരാൻ ഞാൻ നോക്കാറില്ല. ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ വീട്ടിലുള്ള കാരണമായിരിക്കും. അതെ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതേ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുമില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ഭാവവും രാഗവും എല്ലാം സ്വാംശീകരിക്കുക എന്നല്ലാതെ അതേ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാൻ നോക്കാറില്ല. പക്ഷെ ഭാവം ഉൾക്കൊള്ളാൻ നോക്കാറുണ്ട്. അതിന് കാരണം അച്ഛൻ ചെറുപ്പത്തിൽ അത് കാസറ്റിൽ ടേപ്പ് റെക്കോർഡറിൽ വെച്ച് കേൾപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അത് പല പാട്ടുകളും, സുശീലാമ്മയുടെയും ജാനകിയമ്മയുടെയും മാധുര്യമ്മയുടെയൊക്കെ പാട്ടുകൾ ഞാനൊരു 4 വയസ്സ് മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. 4 വയസ്സ് മുതൽ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ സ്വന്തമായി പ്ലേ ചെയ്യണേക്കാൾ കൂടുതൽ ഞാൻ കേട്ടിരിക്കുന്നത് അച്ഛൻ വെച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ അറിയാതെ കേട്ട് എൻ്റെ തലയിൽ കയറിയതാണ് ആ ഭാവവും പാട്ടുകളെല്ലാം. ഞാൻ സ്വന്തമായി എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മുന്നിൽ ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അറിയാതെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് കേൾക്കുന്നു. അതായിരിക്കും. എല്ലാ വലിയ പാട്ടുകാരും പറയാറുണ്ട്, നല്ല പാട്ടുകാരനാകണമെങ്കിൽ അല്ലെങ്കിൽ പാട്ടുകാരിയാകണമെങ്കിൽ നല്ല കേൾവിക്കാരൻ അല്ലെങ്കിൽ കേൾവിക്കാരിയാകണം. അത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ജയേട്ടനാണ്, നമ്മുടെ ഭാവഗായകൻ. അദ്ദേഹത്തിനെ ഓർക്കുകയാണ്. അദ്ദേഹമാണ് പറയുന്നത്, നിങ്ങൾ എത്ര രാഗം പഠിച്ചോ, 72 മേളകർത്ത രാഗങ്ങളും അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള സംഗീതത്തിൻ്റെ അഗാധമായ എത്ര അറിവുണ്ടായാലും കാര്യമില്ല, നിങ്ങൾക്ക് എത്രത്തോളം കേൾവിജ്ഞാനമുണ്ടോ അതായിരിക്കും നിങ്ങളുടെ ഗായികയോ ഗായകനെയോ നിർണ്ണയിക്കുന്നത് എന്ന് അദ്ദേഹം എപ്പോഴും പറയും. അദ്ദേഹം ജയേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ജയേട്ടൻ എപ്പോഴും പാട്ടിലെ രാഗങ്ങളോ സ്വരങ്ങളോ അല്ല നോക്കുക, അദ്ദേഹം പാട്ടിലെ സാഹിത്യമാണ് നോക്കുക. ജയേട്ടൻ്റെ പാട്ടുകളുടെ പ്രത്യേകത, അദ്ദേഹം പാടുന്നതിൽ എപ്പോഴും വാക്കുകളുടെ പ്രാധാന്യം, ആ വാക്കുകൾ ചുഴുക്കുക എന്നൊക്കെ പറയും. ഒരു പാട്ട് പാടുമ്പോൾ ആ വാക്കിനകത്തുള്ള ഭാവത്തെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം എടുക്കുന്ന, പ്രത്യേകിച്ചും ദേവരാജൻ മാസ്റ്ററുടെ ഒരു സ്കൂളായതുകൊണ്ട് ദേവരാജൻ മാസ്റ്ററും ആദ്യം ഭാവത്തിനും ഉച്ചാരണത്തിനും ഉള്ള പ്രാധാന്യം കഴിഞ്ഞിട്ടേ അദ്ദേഹം സ്വരമാധുരിക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ദേവരാജൻ മാസ്റ്റർ ആ സ്കൂളിൻ്റെയാണത്. അതുകൊണ്ട് തന്നെയാണ് ജയേട്ടനെ ഭാവഗായകൻ എന്ന് പറയുന്നത്. അദ്ദേഹം എപ്പോഴും പറയും, അദ്ദേഹം ഇവളോട് തന്നെ പറയാറുണ്ട്,
സുശീലാമ്മയുടെ പാട്ടുകൾ കേൾക്കണം, ലതാജിയുടെ പാട്ട് കേൾക്കണം, ആശാജിയുടെ പാട്ട് കേൾക്കണം, റഫി സാഹിബിൻ്റെ പാട്ട് കേൾക്കണം, ദാസേട്ടൻ്റെ പാട്ട്, അങ്ങനെ എൻ്റെ പാട്ട് കേൾക്കണമെന്ന് ഞാൻ പറയില്ല എന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ ജയേട്ടനെ ഞാനിവിടെ ഓർക്കാൻ ഒരു കാരണമായി ഈ ഒരു ചോദ്യം. നമ്മളൊന്നിച്ചും ജയേട്ടനുമായിട്ട് ഒരുപാട്. എന്നാൽ പിന്നെ ജയേട്ടൻ്റെ ഒരു പാട്ട് പാടി തുടങ്ങിക്കോളൂ. അവളെ കൊണ്ട് പാടിക്കില്ല, ആദ്യം ജയരാജ് വാര്യർ പാടിക്കോളൂ. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ, അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. മഹാകവി എന്താ നിങ്ങളെന്താ അനങ്ങാത്തത്? ബോറായി ഒരിക്കൽ കൂടെ വേണേ പാടാം. പണ്ട് ഒരു ഗായകനോട് പറഞ്ഞില്ലേ, പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ഗായകൻ പാടാൻ വന്നപ്പോൾ, എഞ്ചിനീയറിംഗ് കോളേജിൽ പാടാൻ വന്നപ്പോൾ ആദ്യം ഒരു വട്ടം പാടി, 2 വട്ടം പാടി, 3 വട്ടം പാടി, 4, 5, 6, 7, 8, 14 തവണ പാടി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാനുണ്ട് ദാസേട്ടൻ്റെ, അതുകൊണ്ട് എന്നെ മറ്റു പാട്ടുകൾ പാടാൻ അനുവദിക്കണം. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 14 തവണ എന്നെ കൊണ്ട് പാടിച്ച് ഈ മനോഹരമായ ഭാവഗാനം പരിപാടി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ പാടിത്തരാം എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ ഭാഷയിൽ പ്രേക്ഷകർ പറഞ്ഞു, നീ ആ പാട്ടിനെ മര്യാദയ്ക്ക് പാടി പഠിക്കില്ല, എന്നിട്ട് അടുത്ത പാട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതുപോലെ ആവരുതെന്ന് പറഞ്ഞതാണ്. മഹാകവി കുമാരനാശാൻ്റെ കരുണ എന്നുള്ള കാവ്യം സിനിമയായിട്ടുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനത് കണ്ടിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ റീലൊന്നും അവശേഷിപ്പില്ല. കരുണയിൽ പാട്ടെഴുതിയത് ONV സാറാണ്. കുമാരനാശൻ്റെ വരികളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് സംസ്കൃതത്തോട് അടുത്ത് നിൽക്കുന്ന വലിയ കട്ടിയുള്ള വ്യർത്ഥമായി തോന്നുന്ന കഷ്ടം അവൻ കാണാതെനിക്കുള്ള നൃത്തഗീതാദികളിലെ നൈപുണി പോലും എന്നൊക്കെ പറയുന്ന വരികൾ വെച്ച് പാട്ടുണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ONV സാറിനെ വിളിച്ചു. ONV സാറിനെ വിളിച്ചപ്പം ONV സാറ് വന്നു, ദേവരാജ മാഷ് വന്നു, ONV സാറ് പാട്ടെഴുതി. വാസവദത്തയുടെ ദുഃഖമാണ്, വ്യസനമാണ്. ഉപഗുപ്തനെ ക്ഷണിച്ചു, അദ്ദേഹം വരുന്നില്ല. ഉപഗുപ്തനോടുള്ള അഗാധമായ അനുരാഗം കൊണ്ട് ക്ഷണിച്ചു, അദ്ദേഹം വന്നില്ല. എന്ന് വരും എന്നുള്ള ആ ഒരു ആലോചന ദുഃഖമായി മാറി, കഠിന ദുഃഖമായി മാറിയപ്പോൾ തോഴി വീണ്ടും വന്നു, ഇല്ല അവൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വാസവദത്തയുടെ ആ ദുഃഖത്തെ ഒരു പാട്ടാക്കി അവതരിപ്പിക്കണം, ആവിഷ്കരിക്കണം. അവിടെയാണ് ONV സാറ് ആ വരികൾ എഴുതിയത്. എന്തിനീ ചിലങ്കകൾ. പാട്ടെഴുത്തിനെ കുറിച്ച്, പാട്ടിൻ്റെ പിന്നാമ്പുര കഥകൾ മലയാളികൾക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ എഴുതി പുസ്തക രൂപത്തിലാക്കി ഇന്നൊക്കെ ഒരുപാട് പേര് എഴുതുന്നുണ്ടെങ്കിലും അത് എന്നെയൊക്കെ പാട്ടവതാരകനാക്കാനും പാട്ടിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചത് സുധീഷിൻ്റെ പുസ്തകങ്ങളാണ്. അത് ഞാൻ എല്ലായിടത്തും പറയും. കാരണം ഇത് ആത്മഗാനത്തിലല്ലേ ഈ പാട്ടിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാട്ടിനെക്കുറിച്ചുള്ള അതിൻ്റെ പിറവിയെക്കുറിച്ച്, സന്ദർഭങ്ങളെക്കുറിച്ച്, രാഗങ്ങളെക്കുറിച്ച്, അത് എഴുതാനുണ്ടായ സിറ്റുവേഷനെക്കുറിച്ച്, അതിനുവേണ്ടി ഒരു കവിയെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച്, സംഗീത സംവിധായകനെ നിശ്ചയിച്ചതിനെക്കുറിച്ചൊക്കെ സുധീഷ് ഇതിന് ശേഷമാണ് ഞാനും ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. അത് പറയാൻ പറ്റിയൊരു വേദിയായി ഞാൻ ഇന്നത്തെ ഈ ഒരു മനോഹരമായ ഈ ഒരു സംഗമത്തെ കാണുകയാണ്. സന്തോഷം. കരുനാഗപ്പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഈ വഴി ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ഓർമ്മകൾ ജയരാജനോടൊപ്പം പിന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടങ്ങളുടെ ഒരു സമാനതയുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മുമ്പിൽ വെച്ച് ഞാൻ പറയും സത്യമാഷൊക്കെ നടന്നു പോയ വഴിയാണിത്.
ആ നടൻ്റെ ഓരോ സിനിമയും അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അഭിനയ പാഠവും അങ്ങേയറ്റം ജ്വലിച്ച സിനിമകൾ ഇന്നും ഈ 50 വർഷങ്ങളായിട്ട്, അദ്ദേഹം മരിച്ചിട്ട് 10-55 വർഷങ്ങളായി, ഇപ്പോഴും ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കും. അനുഭവങ്ങൾ പാളിച്ചകൾ പോലുള്ള സിനിമയൊക്കെ എത്ര തവണ കണ്ടു എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ആ മനുഷ്യനോടുള്ള ഇഷ്ടം കൂടുകയല്ലാതെ അതൊരിക്കലും കുറയില്ല. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കാണാത്ത ദുഃഖം ഞാൻ തീർത്തത് അദ്ദേഹത്തിൻ്റെ മക്കളെ പോയി കണ്ടിട്ടാണ്, മക്കളെ പോയി തൊട്ടിട്ടാണ്. സത്യമാഷെ അതിമനോഹരമായിട്ട് ജയരാജ് ആവിഷ്കരിക്കും. സത്യമാഷിൻ്റെ ഒരു മുഖം നമുക്ക് കാണാം. അത് പറയുമ്പോൾ ഞാൻ ഈ കാണുന്ന ഓഡിയൻസിനോട് ഒരു മാപ്പ് ചോദിക്കുകയാണ്, ക്ഷമ. ഇപ്പോൾ ചാനലുകൾ തുറന്ന ഒരുപാട് പേര് സത്യൻ മാസ്റ്റർ വളരെ വികൃതമായിട്ട് അനുകരിക്കുന്ന കാണുമ്പോൾ സങ്കടം വരാറുണ്ട്. അവരൊന്നും സത്യൻ സാറിൻ്റെ സിനിമ കണ്ടിട്ടല്ല അവതരിപ്പിക്കുന്നത്. സത്യൻ സാറിനെ മറ്റാരോ അനുകരിക്കുന്നത് കണ്ട് അതിനെ അനുകരിച്ച് വീണ്ടും അനുകരിച്ച് വളരെ വികൃതമായിട്ടാണ് പലരും. ഒരു ബനിയനിട്ട് സത്യൻ സാറിൻ്റെ മൂളലൊക്കെ വികൃതമാക്കിയിട്ടുള്ള. ഞാനൊക്കെ ഒരു അദ്ദേഹത്തോടുള്ളൊരു ഇഷ്ടം കൊണ്ട്, ഒരു ബഹുമാനം കൊണ്ട് ആണ് ഗാനരംഗങ്ങളൊക്കെ അവതരിപ്പിക്കുക. അത് ആ ഗാനസാഹിത്യത്തോടും സംഗീതത്തോടും സത്യൻ സാറിനോടുള്ള ഇഷ്ടം കൊണ്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും ഈ ടി വിയിലും റേഡിയോകളിലൊക്കെ ചില കോമഡി പ്രോഗ്രാമിൽ സത്യൻ സാറിനെ എന്ന് പറഞ്ഞ്, സത്യൻ സാറിനെയും നമ്മുടെ കൊല്ലത്തുകാരനായ നടൻ, എന്താ പറയേണ്ടത്, 1.5 വർഷം കൊണ്ട് സൂപ്പർ സ്റ്റാറായ നടൻ ജയനെയൊക്കെ അനുകരിക്കുന്ന കാണുമ്പോൾ വലിയ സങ്കടം വരാറുണ്ട്. അവരെ കുറ്റപ്പെടുത്തുകയല്ല, അത് അവരുടെ ഒരു അറിവ് കുറവായിരിക്കും. അതിൻ്റെ പിന്നിലുള്ളവരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഇത് വളരെ ഗംഭീരമാണെന്ന് പറയാതിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെല്ലായ്പ്പോഴും സത്യൻ മാസ്റ്ററുടെ ഒരു പാട്ട് എൻ്റെ ഓർമ്മയിൽ, ഗാനരംഗം, 2 ഗാനരംഗങ്ങളുണ്ട് കേട്ടോ. ഒന്ന് പൂർണ്ണേന്ദുമുഖിയോട് അമ്പലത്തിൽ വെച്ച്, അത് കുളി കഴിഞ്ഞ് വന്ന് വസ്ത്രം മാറുന്നതും മുടി ചീകുന്നതും പൗഡർ ഇടുന്നതും ഇത് കഴിഞ്ഞ് ഡോക്ടറാണ് ആ സ്റ്റെത്തസ്കോപ്പ് എടുത്ത് ബാഗിൽ വെച്ച് ബാഗിൻ്റെ സിബിട്ട് പോകുന്നത് വരെയുള്ള ഒരു ഗാനസന്ദർഭമാണ് അത്. പൂർണ്ണേന്ദുമുഖിയോട് അമ്പലത്തിൽ വെച്ച് പൂജിച്ച് ചന്ദനം ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭാസ്കരൻ മാസ്റ്ററുടെയും രാഘവൻ മാസ്റ്ററുടെയും പാട്ട്. മറ്റൊന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജോഡിയായ വയലാർ ദേവരാജൻ മാസ്റ്റർ ടീമിൻ്റെ ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ, അതായത് ശ്രീനഗറിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി ഷൂ പോളിഷ് ചെയ്തുകൊണ്ട് പാടുന്ന ആ ഗാനം. ഇത് രണ്ടും ജയേട്ടൻ്റെ പാട്ടുകളാണെന്നാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വെച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, കൺമണിയതു കേട്ടു നാണിച്ചു കാൽനഖം കൊണ്ടൊരു വരച്ചു. അതുപോലെ താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ, താങ്ക് യു, താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ മാനസേശ്വരി മാപ്പു തരൂ. ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ എത്രയോ പാട്ടുകൾ. മകരം പോയിട്ടും മാടമുണർന്നിട്ടും മാറത്തെ കുളിരൊട്ടും പോയില്ലേ. അതുപോലെ സുധീഷിൻ്റെ എൻ്റെയും ഇഷ്ടഗാനം കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ കടമ്പുമരം തളിരണിയുമ്പോൾ കണ്ണാടിപ്പുഴ തെളിയുമ്പോൾ കാണാപ്പൈകിളി പാടുമ്പോൾ കരളിൽ മാത്രം കണ്ണീരരുവി കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ. ഈ കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ എന്നുള്ള പാട്ടാണ് ഞാനും സുധീഷും തൃശ്ശൂരെ സുഹൃത്തുക്കളൊക്കെ കൂടി കൂടുന്ന, എന്താ പറയേണ്ടത്, ചർച്ചയുടെ അവസാന ഗാനമാണ് കാട്ടുചെമ്പകം. കാട്ടുചെമ്പകം പാടിയ പിന്നെ അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ എത്രയെത്ര പാട്ടുകൾ. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന, അത് എന്തോ സീതാദേവി അറിയില്ലേ, സത്യമാഷ ഏറ്റവും റൊമാൻറ്റിക്കായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു സിനിമയാണ് വാഴ്വേമായത്തിൽ സീതാദേവി സ്വയംവരം ചെയ്തത്. ശ്രേതായുഗത്തിൽ അച്ഛനും മോളും കൂടി അതൊന്ന് ആലപിച്ച്. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്ന്
ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്ന് തൊട്ടപ്പോളന്ന് കാട്ടിലെ കല്ലൊരു മോഹിനിയായി. ഈ പ്രതിമ നീയാണ്, ശില്പി ഞാനും. നോക്കൂ. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്ന് തൊട്ടപ്പോളന്ന് കാട്ടിലെ കല്ലൊരു മോഹിനിയാ. ചിരിയൊക്കെ ഉണ്ട് അതിനിടയ്ക്ക്. എന്തൊരു മനോഹരാണല്ലേ. ഈ കാലമൊക്കെ എവിടെ പോയി? ആ കാലമൊക്കെ മാഞ്ഞ് പക്ഷേ ഓർമ്മകളിൽ നിന്ന് മായാത്ത കാലമല്ലേ. എനിക്കിങ്ങനെ സത്യൻ സാറെന്ന് പറയുമ്പോൾ ഏതൊക്കെ പാട്ടുകൾ. പാലാഴി മഥനം കഴിഞ്ഞു, പാർവണ ചന്ദ്രിക വിരിഞ്ഞു, മനസ്സിൻ ചിപ്പിയിൽ പവിഴ ചിപ്പിയിൽ മൃതസഞ്ജീവനി നിറഞ്ഞു. ജയരാജ് പ്രേം നസീറിനെ അതിമനോഹരമായി ആവിഷ്കരിക്കും. പ്രേം നസീറിന് ആകുമ്പോൾ ഇത് ജയരാജാണോ പ്രേം നസീറാണോ എന്ന് നമുക്ക് സംശയം തോന്നും. 10-30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ജയരാജനെ കാണുമ്പം ജയരാജൻ്റെ കയ്യിൽ ഒരു തോർത്തമുണ്ട് മാത്രമേ ഉള്ളൂ. ഈ തോർത്തമുണ്ട് ഇങ്ങനെ കഴുത്തിൽ ഇട്ടിട്ടാണ് അദ്ദേഹം സ്റ്റേജിൽ കയറുക. കുളിക്കാനും അത് തന്നെയാണ്. എന്നിട്ട് സത്യനാകും, നസീറാകും, കെ കരുണാകരനാകും, ആൻ്റണിയാകും, EMS ആകും. പല രൂപത്തിൽ ഇദ്ദേഹം ആവിഷ്കരിച്ച് അതിൻ്റെ കാശ് മേടിച്ച് പോവുകയും ചെയ്യും. അദ്ദേഹം വേറൊരു ജോലിയും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഷാഠ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വേറൊരു ജോലിയും ചെയ്യില്ല, ഒരു ഗവൺമെൻറ് ജോലിക്കും പോവില്ല, വേറെ ഒരു ജോലിക്കും പോവില്ല. ഞാൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതം തളിർപ്പിക്കും എന്ന് തീരുമാനിച്ച് അങ്ങനെ ജീവിച്ചതാണ്. അങ്ങനെ ജീവിച്ച അച്ഛൻ്റെ മകളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പാട്ടുകാരിയായി വന്നിരിക്കുന്നത്. പ്രേം നസീറിനെ ഓർക്കുമ്പോൾ എന്താണ്? അല്ല, പ്രേം നസീറാണ് ഇപ്പോഴും ഹീറോ. ഏതൊക്കെ തരത്തിൽ പുതിയ നായകന്മാർ നമുക്ക് വന്നാലും നമ്മളതിൻ്റെ ഒരു അളവുകോല് എന്ന് പറയുന്നത് ഒരു ഹീറോയിസത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറഞ്ഞ ഇപ്പോഴും നസീർ സാറാണ്. അത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ്. VR സുധീഷ് തന്നെ എഴുതിയ വാക്കുകൾ കടമെടുത്ത് പറയുകയാണ്. മലയാളത്തിലെ മനോഹരങ്ങളായ ഗാനങ്ങളുടെ ഏറ്റവും മനോഹരമായ മുഖവും ചുണ്ടുമായിരുന്നു നസീർ സാർ. എത്രായിരം പാട്ടുകളാണ്, എത്ര സിനിമകളാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും വടക്കൻ പാട്ടുകളിലും ഒക്കെ. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖമല്ലേ മലയാള സിനിമയുടെ ചരിത്രം എന്ന് പറഞ്ഞ് എടുത്തു നോക്കുമ്പോൾ എണ്ണിത്തുടങ്ങുന്നത് ചിലപ്പോൾ പ്രേം നസീറിൻ്റെ മുഖത്തും നമ്മുടെ ദാസേട്ടനും ജയേട്ടനൊക്കെ പാടിയ പാട്ടുകളും ദേവരാജൻ മാസ്റ്ററും വയലാർ രാമോർമ്മയും ഭാസ്കരൻ മാഷും ബാബുക്കയും ശ്രീകുമാരൻ തമ്പി സാർ, അർജുനൻ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, ഈ പാട്ടുകളല്ലേ നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. കറുപ്പിലും വെളുപ്പിലും നമ്മുടെ ഓർമ്മകളിൽ ഇങ്ങനെ കിടക്കുകയല്ലേ എല്ലാ പാട്ടുകളും. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ. വയലാർ കടന്നുപോയിട്ട് ഈ ഒക്ടോബറിൽ 50 വർഷമാവുകയാണ്. വയലാറിൻ്റെ ചരമത്തിന് 50 വർഷം പൂർത്തിയാകുന്നു, ചരമവാർഷികം. വയലാറിൻ്റെ പാട്ടുകളുടെ ഒരു മാന്ത്രികത, അദ്ദേഹം നമ്മളെ ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. ഭാസ്കരൻ മാഷ് ഈ ഭൂമിയിലെ ഊന്നിക്കൊണ്ടാണ് എപ്പോഴും പാട്ടുകൾ എഴുതിയത്, പ്രത്യേകിച്ചും നമ്മുടെ മലയാള രാജ്യത്തിൽ.
വയലാറിൻ്റെ പാട്ടുകൾ എപ്പോഴും അലൗകികമാണ്. അദ്ദേഹം സ്വർഗപുത്രിയെയും നവരാത്രിയെയാണ് അദ്ദേഹം ക്ഷണിക്കുന്നത്. അങ്ങനെ ഇപ്പോഴും ആ വരികൾ നമ്മൾ ആലോചിക്കുമ്പോൾ ആ മനുഷ്യൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പാട്ട് എന്നുള്ള സാഹിത്യ ശാഖയിൽ സൃഷ്ടിച്ച ആ ഒരു അത്ഭുത വിശേഷം. ഉദാഹരണത്തിന് 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, ആ പാട്ടിൻ്റെ വരികൾ നിങ്ങളൊന്ന് ഓരോ വരികളായിട്ടൊന്ന് എടുത്തു നോക്കണം. എന്തൊരു അത്ഭുതമാണ് ആ വരികൾ. അതെ, എന്ത് കുട്ടി, അതാ അവിടെയും ദേവരാജൻ മാസ്റ്ററുടെ ഒരു മാന്ത്രികതയും സുശീലാമ്മയുടെ ശബ്ദവും. തൊട്ടടുത്ത് തന്നെയല്ലേ കായംകുളം അല്ലേ, അശ്വമേധം. ഏഴ് സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാരതരളിത ഗാത്രികൾ, വിവാഹപൂർവരാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാരതരളിത ഗാത്രികൾ, വിവാഹപൂർവരാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ, മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ, നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ. നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ. ഈ പൂ, ഇത്തിരി പൂ, പകരമി പൂവു തരാം. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാരതരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. ജലജെ 1000 പാദസരങ്ങൾ കിലുങ്ങി പ്രേംനസീർ പാടുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ 1000 പാദസരങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഒരിക്കൽ തൃശ്ശൂരിൽ വെച്ചൊരു ചടങ്ങിൽ നമ്മുടെ സഷാൽ ആദരണീയനായ ദാസേട്ടൻ്റെ കൂടെ ഇരുന്നൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഒരു കല്യാണ പാർട്ടിയാണ്, കല്യാണമല്ല, ഒരു സ്വീകരണം. അദ്ദേഹം പങ്കെടുക്കാൻ വന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓഡിയൻസിലിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, പുള്ളിയുടെ അടുത്ത് തമാശ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ദാസേട്ട, ഈ 1000 പാദസരങ്ങൾ എന്ന പാട്ടിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ നസീർ സാറിൻ്റെ ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ബോൺ, ആ ഗദ്ഗതം എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി താഴും, മുകളിലോട്ടും താഴോട്ടും. അതെങ്ങനെയാണ് അദ്ദേഹം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, മോനെ എനിക്കറിയാൻ വയ്യ, എനിക്ക് പോലും അത് വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം അഭിനയിക്കുമ്പോൾ അത് കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് അദ്ദേഹം അതിൻ്റെ ഒരു എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് അത് കൊണ്ടുവരും എന്നാണ് ദാസേട്ടൻ പറഞ്ഞു. അത് ആ പാട്ട് മുകളിലേക്ക് കാണിക്കുന്നതും താഴേക്ക് വരുന്നതും വീണ്ടും നടക്കുന്നതും വെള്ളം എടുക്കുന്നതും ആ വെള്ളം ഇങ്ങനെ കയ്യിലൂടെ ഊർന്നു പോകുന്നതും നഷ്ടപ്പെടുന്നതും അതോടൊപ്പം തന്നെ ഓമനെ ആരോമല എന്ന് പറയുമ്പോൾ അതിങ്ങനെ വളരെ അത്ഭുതത്തോടുകൂടി. അത് കഴിഞ്ഞിട്ടൊരു ദാസേട്ടനൊരു നർമ്മം പറഞ്ഞു, ചില ഗാനരംഗങ്ങൾ കാണുമ്പോൾ
എനിക്ക് തോന്നാറുണ്ട് പാടുന്നത് പ്രേം നസീറും അഭിനയിക്കുന്ന ഞാനുമാണോ എന്ന് അദ്ദേഹം വളരെ നർമ്മത്തോടു കൂടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് മലയാളത്തിലെ ഇപ്പം നദിയിലെയും അശ്വമേധത്തിലെയൊക്കെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ റീ റെക്കോർഡിങ് പോലെയാണ് തോന്നാറുള്ളത്. ആ സിനിമയുടെ പശ്ചാത്തല സംഗീതവും പാട്ടുകളും ഒന്നാണെന്ന് തോന്നിപ്പോവും. പ്രത്യേകിച്ചും ഇത് രണ്ടും മനോഹരമായി ദൃശ്യവൽക്കരിച്ച വിൻസെൻ്റ് മാസ്റ്റർ എന്ന മഹാനായ സംവിധായകനെ ഇവിടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ തോപ്പിൽ വാസി സാറിനെ ഓർക്കുന്നു. പല മഹാന്മാരെ ഇവിടെ നമ്മളിതിലൂടെ ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് 1000 പാസരങ്ങളൊക്കെ ഇപ്പോഴും ആലുവയിലൂടെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പുഴയുടെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ ഈ പാട്ടല്ലേ ഓർക്കുക. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി. ആ BGM വേണ്ടി പിന്നെ അഭിനയിക്കുകയാണ് നസീർ സാർ. അതൊരു പാടാൻ വേണ്ടി പാട്ടിനെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ജനിച്ച അപൂർവമായ ഒരു മഹാനായ ഒരു എന്താ പറയുക മനുഷ്യസ്നേഹിയും ബിസിനസ്സുകാരെ ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സത്യൻ സാറും നസീർ സാറൊക്കെ അവരുടെ കയ്യിലൊന്നും എനിക്ക് തോന്നുന്നു മരിച്ചപ്പോൾ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ള ഒരു ഭയങ്കര ദുഃഖ സത്യം. എന്താ പറയുക 1000 കോടി ക്ലബിലും 10000 കോടി ക്ലബ്ബുകളിലൊന്നും ആയിരുന്നില്ല അന്നത്തെ സിനിമ. വേണുഗോപാൽ സാർ ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ മലയാളികൾക്കൊപ്പം ജീവിച്ചു പോയ ആളുകളാണ് അവരൊക്കെ. പിന്നെ നമ്മുടെ ഗോപിയാശാനും ഭരത് ഗോപിയേട്ടനും നെടുമുടി വേണിച്ചേട്ടനും അവരൊക്കെ ഇതൊരു വലിയ ആക്ടേഴ്സാണ്. ജയരാജൻ്റെ ഒരു വലിയ കയ്യിലിരിപ്പ് ഈ പറഞ്ഞ ഭരത് ഗോപിയാണ്. ഇദ്ദേഹം അങ്ങ് ഭരത് ഗോപിയായി കളയും. ഒറ്റ ഈ മുടി അങ്ങ് പിന്നോട്ടാക്കി ഇയാൾ ഭരത് ഗോപിയാകും. ഇപ്പോഴതൊക്കെ ഉണ്ടോ കൈവശം? അതെനിക്കൊരു പലപ്പോഴും തോന്നിയിട്ടുള്ളത്, എന്നോട് എപ്പോഴും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ആളുകൾ ആവശ്യപ്പെടുന്നതാണ്. ഇപ്പോഴും വേദിയിൽ ഞാനിത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ കാണിക്കാൻ പറയും ഈ ഗോപിയേട്ടൻ്റെ. അത് പിന്നെ കേട്ട് കാണും. ഞാൻ പേരാറ്റുപട വീട്ടിൽ അയ്യപ്പൻ നായർ എന്ന് പറയുമ്പോൾ പേരാറ്റുപട വീട്ടിൽ അയ്യപ്പൻ നായർ ഏതോ ഒരു വലിയ തറവാടിൻ്റെ ഒരാളാണെന്ന് തോന്നും. പേരാറ്റുപട വീട്ടിൽ അയ്യപ്പൻ നായർ ജോലി എന്താ വെച്ചാൽ ചായക്കടയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രൗഢിയും ആ നിൽപ്പും മകൾക്ക് ആലോചനയുമായി വന്നിട്ട് മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ വീട്ടിൽ എത്തിയിട്ട് അവിടുത്തെ തൂണൊക്കെ തട്ടി നോക്കി, തേക്കിൻ്റെ ആണോ എന്നൊക്കെ നോക്കി, അവിടെ മൊത്തത്തിൽ നോക്കി മുറുക്കിയതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ പുരയിടത്തിൻ്റെ വീടിൻ്റെ മൊത്തം അളന്നെടുക്കുകയാണ് കണ്ണിൽ അയ്യപ്പൻ നായർ. അപ്പോഴാണ് അമ്മ കഥാപാത്രം മീന ചേച്ചിയുടെ വന്നിട്ട് ചോദിക്കുന്നത്, ഇങ്ങനെ നോക്കിയിട്ട്, ആരാ? കേട്ട് കാണും, ഞാൻ പേരാറ്റുപട വീട്ടിൽ അയ്യപ്പൻ നായർ. അപ്പോൾ മീന ചേച്ചി പറയുന്നു, ഓ താനാണോ ആ ചായക്കടക്കാരൻ എന്ന് പറയുമ്പോഴുള്ളൊരു ബോഡി ലാംഗ്വേജിലൊരു ചുരുക്കമുണ്ട്. അതുവരെ നിവർന്നു നിന്ന ഭരത് ഗോപി എന്ന നടനല്ല, അയ്യപ്പൻ നായർ അങ്ങ് ചുരുങ്ങി അങ്ങ് ഇല്ലാതോ, ഈ എന്താ പറയുക, ഏറെ അഴിച്ചു വിട്ട പോലെ. അതാണ് ഗോപിയാശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമ്മളെ അഭിനയ വിദ്യാർത്ഥികളെ നമ്മളെപ്പോലുള്ളവർ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന നടനാണ് ഗോപിയാശൻ. വളരെ കുറച്ച് സിനിമകളുള്ളെങ്കിൽ ഒരേ രൂപം വെച്ചുകൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഭരത് ഗോപിയാശാനെയൊക്കെ എങ്ങനെയാണ് മലയാള സിനിമ മറക്കുക? ഓർമ്മയ്ക്കായിലെ ഡയലോഗാണല്ലോ നടൻ്റെ ഏറ്റവും വലിയ ആയുധം. എങ്ങനെയെങ്കിലും ഡയലോഗ് അടിച്ച് പിടിച്ചു നിൽക്കാൻ നോക്കും. പക്ഷേ ഡയലോഗ് ഇല്ലാതെ അദ്ദേഹം അഭിനയിക്കുമ്പോൾ അപ്പോഴാണ് ആ വിമ്മിഷ്ടം നമ്മൾ അറിയുന്നത്. കുട്ടിക്ക് പേരിടുന്ന സമയത്തുള്ള രംഗം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. ഓർമ്മയ്ക്കായിൽ കുട്ടിയെ കയ്യിലെടുത്ത് പേരിടാൻ നേരത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അപ്പുറത്തു നിന്നുകൊണ്ട് മാധവി ഇവിടെ കഥാപാത്രത്തോട് ഇദ്ദേഹം കുട്ടിയെ നോക്കിക്കൊണ്ട് വയ്ക്കുക, ചക്കി ചക്കി
എന്ന് പറയുമ്പോൾ എൻ്റയർ തിയേറ്റർ 1982 ഇപ്പോഴും നമ്മൾ ആ സീൻ കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. എന്താണ് VR സുധീഷ് ഗൗരവത്തോടു കൂടി ഇരിക്കുന്നത്? എന്താ ലോറിയുടെ സ്പീഡിനെ കുറിച്ച് പറയുന്നതും എന്തൊരു സ്പീഡ് എന്ന് പറയുന്നതും കൊടിയേറ്റത്തിൽ മറ്റേ പത്മനാഭൻ സാറിൻ്റെ പെരുവഴി അമ്പലത്തിൽ മറ്റേ അശോകനോട് എത്ര കുത്തി എന്ന് ചോദിക്കുന്നതിൻ്റെയൊക്കെ ഒരു നേച്ചുറാലിറ്റി. അയ്യപ്പൻ പട്ടയടിക്കുന്നു, വക്കച്ചൻ വിസ്കി അടിക്കുന്നു, സ്റ്റാറ്റസിൻ്റെ പ്രശ്നം. പിന്നെ രോഹിണിക്ക് കുളിക്കുകയും ജപിക്കുകയും ആണെങ്കിൽ ഇവിടെ ഞാൻ പോയി കഴിക്കാൻ തന്നെ വാങ്ങിച്ചോണ്ട് വരാം. രോഹിണി എന്ന് പറയുന്നവളെ വിളിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിട്ട് രോഹിണിയെ കണ്ണിട്ടു, രോഹിണിയുടെ അനിയത്തിയെ കണ്ണിടും. അവിടെയാണ് അയ്യപ്പൻ്റെ വിടത്വം. അവളെ നോക്കിയിട്ടൊരു ഡയലോഗാണ്. അതിലാണ് നമ്മൾ തകർന്നു പോവുക. അവളുടെ പേര് സുമതി എന്നാണ്. കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടി. ഇവിടെ പോകാൻ നേരത്ത് എന്നാ വാ പോവാം. അപ്പോൾ അമ്മ എന്തോ പറയും, അമ്മയുടെ കഥ. അപ്പോൾ പറയും അത് പ്രത്യേകം പറയാനുണ്ടോ അമ്മേ? അത് കഴിഞ്ഞ് സുമതിയെ നോക്കിയിട്ട് സുമതിയെ വിട്ടിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അയ്യപ്പൻ്റെ ആ കഥാപാത്രത്തിൻ്റെ പരിപൂർണമായ ഭരത് ഗോപിയാശാന് ഹൃദയാഞ്ജലികൾ. എന്നോടൊരിക്കൽ ഗോപിയേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജയരാജ് വാര്യർ എന്നെ അവതരിപ്പിക്കുന്നതെങ്കിൽ എനിക്കറിയാം, പക്ഷേ ഭരത് ഗോപിയെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല, എൻ്റെ കഥാപാത്രങ്ങളെ മാത്രമാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഞാൻ ബഹുമാനിക്കുന്ന കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഗോപിയാശാൻ. Four days, 300 speakers, 100 sessions. Literature, art, culture, technology and AI, media, politics, and many more.